ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. 6 മണിക്ക് എഴുന്നേറ്റ് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. എനിക്കാണെങ്കിൽ എഴുന്നേൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ്. അതേ കണക്കിന് ഇന്നലെ ഇച്ചിരി നേരം മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം സമയം 7 മണി ആയിട്ടുണ്ട്. 7 മണി ആയെങ്കിലും എനിക്ക് എഴുന്നേറ്റ് ബാത്റൂമിലോട്ട് പോകാൻ തോന്നുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ കോട്ടുപോയിട്ട് ഇങ്ങനെ നടന്ന് ബാത്റൂം തുറക്കുമ്പോഴും ഞാൻ ഇങ്ങനെ കോട്ടുപോയിട്ടായിരിക്കും. അത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് ഉറക്ക ക്ഷീണം നല്ലോണം ഉണ്ട്. അങ്ങനെ തുറന്ന ബാത്റൂമിൻ്റെ കണ്ണാടി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തണുക്ക് തോന്നി. എന്നിട്ട് ഞാൻ വിചാരിച്ചു ആ തണുപ്പ് കാരണം എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ വെച്ച് മുഖം അങ്ങ് കഴുകുക. അങ്ങനെ ഞാൻ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി. കുളിരുന്ന തണുക്കുന്ന ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ പല്ലങ്ങ് തേക്കാമെന്ന്. അങ്ങനെ ഞാൻ ബ്രഷിൽ പേസ്റ്റ് വെച്ച് പല്ലങ്ങാട്ട് ഉരയ്ക്കാൻ തുടങ്ങി. പക്ഷേ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ബ്രഷ് ഇങ്ങനെ വായി വെച്ചുകൊണ്ട് ഇങ്ങനെ ചാരി ഇന്ന് ഉറങ്ങുമെന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഇതേണക്ക് തന്നെ ചാരി വെച്ച് കണ്ണും അടച്ചതെന്നാണ് ഞാൻ പല്ല് കഴിക്കുന്നത്. പണ്ടാണെങ്കിൽ എഴുന്നേറ്റിട്ട് അമ്മ 100 വട്ടം പറയും, ദേവു അത് ചെയ്, ദേവു ഇത് ചെയ്. എന്നാലും ഞാൻ ചെയ്യാതെ അവിടെ തന്നെ ഇങ്ങനെ കറങ്ങി നിൽക്കും. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന ആളായിരുന്നു. അതിരാവിലെ എഴുന്നേക്കുമായിരുന്നു. നേരത്തെ കിടക്കുകയും ചെയ്യും, അതിരാവിലെ എഴുന്നേൽക്കുകയും ചെയ്യും. ഇപ്പോഴപ്പോഴത്തേക്ക് സ്കൂൾ അടച്ചപ്പോഴത്തേക്ക് ആ ഒരിതായി എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും എന്തോന്നാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ വേഗം പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ എൻ്റെ ഫേസ് അങ്ങ് വാഷ് ചെയ്തെടുത്തു. ഞാൻ ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യുന്നത് ഫെയർ ആൻഡ് ലവ്ലിയുടെ ഫേസ് വാഷാണ്. എന്നിട്ട് മുഖം ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് തോർത്തുകൊണ്ട് നന്നായിട്ട് മുഖം അങ്ങ് വൈപ്പ് ചെയ്തെടുത്തു. കല്ലിൻ്റെ എവിടെയൊക്കെ ഞാൻ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരെ എൻ്റെ പാചകശാലയിലോട്ട് പോകട്ടെ. അപ്പം ഇനിയാണ് ഇന്നത്തെ അംഗം തുടങ്ങേണ്ടത്. രാവിലെ ചെന്ന് എനിക്ക് ജനലങ്ങ് തുറന്നിട്ട് കുറച്ച് നേരം കണ്ടത്തിലോട്ട് നോക്കി നിന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടാത്ത കണക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയല്ലോ. അങ്ങനെ ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം ഞാനിങ്ങനെ വിജനതയിൽ നോക്കി ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നലത്തെ ദോശമാവ് ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ദോശയും അതേപോലെ തന്നെ ഒരു ചട്നിയും പിന്നെ സാമ്പാറും ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. രാവിലെ തന്നെ ദോശമാവ് അങ്ങ് വെളിയിലെടുത്ത് വെച്ചു. പിന്നെ ചട്നിക്കുള്ള തേങ്ങയും അങ്ങ് വെളിയിലെ എടുത്ത് വെച്ചു. ഇനി സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം എടുക്കണം. കുഞ്ഞു കവറിലാക്കി ഓരോ കഷ്ണങ്ങളും മാറ്റി ഇങ്ങനെ വെച്ചേക്കുകയാണ്. ഒരു കവറിൽ മത്തങ്ങയും വഴുതനയാണെങ്കിൽ വേറെ കവറിൽ തക്കാളിയും പച്ചമുളകും ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ മാറ്റി വെച്ചേക്കുന്നത്. അങ്ങനെ ഓരോ കവറെടുത്ത് ഓരോ സാധനങ്ങളെ വീതം അങ്ങ് മാറ്റി വെച്ചു. ഇത്രയും മത്തങ്ങയുടെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ പാതി പങ്കും അങ്ങ് കട്ട് ചെയ്തിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ തന്നെ ഒരു കവറിലോട്ട് അങ്ങ് വെക്കാമെന്ന് കരുതി. ഉരുളക്കിഴങ്ങും അതേ കണക്കിന് സവാളയും ഞാൻ പുറത്താണ് വെച്ചേക്കുന്നത്. അതും എടുത്ത് വെച്ചു പച്ചക്കറി കൂട്ടത്തില്. പിന്നെ കുക്കറും അങ്ങ് എടുത്ത് വെച്ചു. കുക്കർ എടുത്ത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു പച്ചക്കറി അങ്ങ് ഓരോന്നായിട്ട് കണ്ടിച്ച് വെള്ളത്തിലോട്ട് അങ്ങിടാമെന്ന്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള കുറച്ച് പച്ചക്കറി കൊണ്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഞാനാണെങ്കിൽ ഈ സാമ്പാറിന് വേണ്ട മുഴുവൻ പച്ചക്കറികളൊന്നും സംഘടിപ്പിക്കൂല. ഒരു ഉരുളക്കിഴങ്ങും തക്കാളിയും അതേപോലെ തന്നെ സവാളയും ഉണ്ടെങ്കിൽ അത് വെച്ച് ഞാൻ സാമ്പാർ ഉണ്ടാക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ അമ്മ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ ആ പച്ചക്കറി എല്ലാം ഉപയോഗിച്ച് അമ്മ സാമ്പാർ ഉണ്ടാക്കിയിരിക്കും. പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും പപ്പായ മരത്തിൽ ഒരു പപ്പായ എങ്കിലും പഴുക്കാത്തത് കാണും. അപ്പം ആ ഒരു പപ്പായയും കൂടെ കുത്തി അങ്ങിട്ടിട്ട് അതും കൂടെ തൊലി കളഞ്ഞ് ഒരു പപ്പായയുടെ പാതിയതും ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളത് സാമ്പാർ ഉണ്ടാക്കാം. അങ്ങനെ എൻ്റെ കയ്യിലുള്ള എല്ലാ കഷ്ണങ്ങളും തൊലി കളഞ്ഞെടുത്തു. നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ല? ഡോർ തുറന്നില്ലേ രാരി? രാരീനെ പരാതിയായിട്ടാണ് ധ്രുവ വന്നേക്കുന്നത്. മരുമോടെ കൂട്ട് തുറന്നിട്ടില്ല, കൂട്ട് തുറക്കാൻ പറയമ്മേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്രുവ വന്നത്. ധ്രുവ എൻ്റെ അടുത്ത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഓടി സച്ചു വന്നിട്ട് മരുമോനെ തുറന്നു വിടാനായിട്ട് പോയി. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ടു. ചിലതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും അതെടുത്ത് അരിയുന്നുണ്ട്. അരിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നല്ല ചേമ്പ് മുട്ടയാണ്. ചേമ്പ് മുട്ട തൊലി കളഞ്ഞ് വെച്ചപ്പോഴത്തേക്ക് അതിലൊരു ചെറിയ വഴുവഴുപ്പുണ്ടല്ലോ. ആ വഴുവഴുപ്പ് കാരണമാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. അങ്ങനെ ഞാൻ കൈ കഴുകി. എന്നിട്ട് ഞാൻ വേഗം തന്നെ സാമ്പാർ പരിപ്പ്, നമ്മളെ തോരൻ പരിപ്പ് കഴുകി അങ്ങിട്ട് സാമ്പാർ അങ്ങ് വേവിക്കാൻ വെച്ച
പാതി ജോലിയും കഴിയുമല്ലോ, അതവിടെ നിന്ന് വെന്തോടുമല്ലോ. അങ്ങനെ വേഗം തന്നെ തോരൻ പരിപ്പ് ഞാനങ്ങ് കഴുകിയെടുത്തു. 3 വെള്ളത്തിൽ കഴുകണം, കാരണം നല്ല പശയുണ്ടല്ലോ, ആ പശ പോയാലല്ലേ കൊള്ളാവൂ. അങ്ങനെ 3 വെള്ളത്തിൽ ഞാൻ തോരൻ പരിപ്പ് കഴുകിയെടുത്തു. അങ്ങനെ കഴുകിയെടുത്ത് അതും അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കണ്ടേ. അങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞപ്പൊടിയും പിന്നെ എന്തുവാ ചേർക്കേണ്ടത്, കായപ്പൊടിയും ഇതിലോട്ട് നമുക്ക് ചേർത്ത് കുക്കറങ്ങ് അടച്ചു വെച്ച് വേവിക്കാം. എന്തുവാ എന്തോന്ന് പറ, കാര്യം പറ. എന്താ എന്താ എന്നെ കൊച്ചിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? നടി കിട്ടോ എന്റെ കുഞ്ഞ്? എന്തോന്ന് കുരുത്തക്കേട് ചെയ്താ? ടീയാ? വാന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്ന എന്തിനാണെന്നറിയുമോ? രാജിക്ക് അടി കൊടുക്കാനാണ്. എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോയി. അങ്ങനെ കായൊക്കെ ഇട്ട് നമുക്ക് തീ കത്തിക്കാം. രാത്രി കുറ്റി അങ്ങടിയിൽ ഓഫ് ചെയ്തുകൊണ്ട് ഞാൻ രാവിലെ ഓണാക്കിയപ്പോഴത്തേക്ക് ഓണായിട്ടില്ല. അങ്ങനെ ഞാൻ ഒന്നും കൂടെ ഓണാക്കിയപ്പോഴത്തേക്ക് ആയി എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്കൊന്ന് കത്തിച്ചു നോക്കാം. അങ്ങനെ ആയിട്ടുണ്ടേ. ഇനി നമുക്ക് കുക്കർ എടുത്ത് വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റ് മേടിച്ചു തരണോ? ഏത് ബിസ്ക്കറ്റ്? അമ്മ ഇന്ന് വൈകുന്നേരം മേടിച്ചു തരാമേ. അങ്ങനെ കുക്കർ എവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തായാലും ഇതൊരു 3 ഫിസിൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ബാക്കി വന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഇല്ലേ, അതെല്ലാം നമുക്ക് വെളിയിൽ കൊണ്ടിടാം. എന്നിട്ട് വെളിയിൽ ഇച്ചിരി പണിയുണ്ട്. എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് രാവിലെ മിറ്റം അങ്ങ് തൂക്കണം. ഞാൻ സച്ചുവിനെ നോക്കിയിരുന്നു. അപ്പം സച്ചു അകത്തെന്തോ കുരുത്തക്കേട് ഒപ്പിക്കിയിരുന്നു. അങ്ങനെ ഞാൻ ധ്രുവനെയും കൊണ്ട് വെളിയിലോട്ട് അങ്ങ് പോയി. ധ്രുവ എന്തൊക്കെ കുഞ്ഞുകുട്ടി പരാതികൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഈ പച്ചക്കറിൻ്റെ വേസ്റ്റ് ഒന്നെങ്കിൽ മുളകിൻ്റെ മൂട്ടിൽ കൊണ്ട് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ തോണ്ട ഈ ഫൈക്കസിൻ്റെ മൂട്ടിലാണ് കൊണ്ടിടുക. ബുദ്ധൻ്റെ അവിടെ ഇഷ്ടംപോലെ ഞാൻ കുഞ്ഞു ഈ പച്ചക്കറി വേസ്റ്റ് ഉണ്ടല്ലോ, കുഞ്ഞു പച്ചക്കറി വേസ്റ്റുകൾ അവിടെ കൊണ്ടിട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ ബുദ്ധൻ്റെ അവിടെ ഫൈക്കസ് നല്ലപോലെ തളരിട്ട് വലുതാവുകയാണ്. എന്താ ഇത്രയും നേരം ധ്രുവം വന്ന് സച്ചുവിന്റെ പരാതികൾ പറഞ്ഞപ്പോഴത്തേക്കും മറിമോയ്ക്ക് സങ്കടം തോന്നി. മറിമോ വന്ന് ധ്രുവന്റെ പരാതി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടതോ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇനി വേഗം തൂത്തിടട്ടെ. അവിടെ നിന്ന് നമ്മളെ മുള്ളൻചക്കയില്ലേ, മുള്ളച്ചക്ക എന്ന് ഇവിടെ പറയണം. മുള്ളൻചക്കാണ്. മുള്ളൻചക്കയുടെ കുഞ്ഞു ചക്കയുടെ ഇലയുണ്ടല്ലോ, കാറ്റത്ത് പറന്ന് വന്ന് നമ്മളെ മുറ്റത്തോട്ട് കുറേ വന്ന് കിടക്കും. അതുകൊണ്ട് തന്നെ അതിങ്ങനെ തൂത്ത് കളയാനാണ് മിക്ക ദിവസവും ഞാൻ രാവിലെ ഇല വൈകുന്നേരമാണ് അങ്ങ് തൂത്തിടുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു ഇച്ചിരി കൂടുതൽ ഇല വീണ് കിടപ്പുണ്ട്, അതുകൊണ്ട് രാവിലെ അങ്ങ് തൂത്തിടാന്ന്. അങ്ങനെ ഞാൻ തൂക്കാൻ വേണ്ടി തുടങ്ങിയാണ്. കുഞ്ഞു പുല്ലൊക്കെ വളർന്ന് നിൽപ്പുണ്ട്. ഇതെല്ലാം അപ്പുച്ചേട്ടൻ വന്നിട്ട്, മിക്കപ്പോഴും അപ്പുച്ചേട്ടനാണ് ഈ പോച്ചയൊക്കെ പറിക്കുന്നത്. ഇനി എന്തായാലും മിക്കവാറും എൻ്റെ തലയിലാവും. ഞാൻ അങ്ങനെ തൂത്തോണ്ടിരുന്ന സമയത്ത് ഒരു ഫിസിൽ കേട്ടിട്ടുണ്ട്. ഞാൻ സച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു, സച്ചു ഫിസിൽ കേൾക്കുകയാണെങ്കിൽ, 3ാമത്തെ ഫിസിൽ കേൾക്കുകയാണെങ്കിൽ എന്നെ വിളിക്കണമേ എന്ന് എങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സച്ചു ഞാൻ അടുത്ത ഫിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കാം അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഫിസിലും കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ തൂത്തോണ്ടിരുന്ന സമയത്ത് സച്ചു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഫിസിൽ കേൾക്കുന്നുണ്ടേ എന്ന് വിളിച്ചിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങ് പോയി അതങ്ങ് നിർത്താമെന്ന്. അവൻ്റെ അടുത്ത് നിർത്താൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയല്ലോ. അങ്ങനെ വേഗം പോയി ഞാൻ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഞാൻ തൂക്കാനായിട്ട് വന്നു. അങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് തൂക്കണ നേരത്ത് ധ്രുവനാണെങ്കിൽ ആ മരുമോൻ്റെ പിറകെ ഇങ്ങനെ നടപ്പുണ്ടായിരുന്നു. മരുമോനെ തറയെ നിർത്തടാ. ധ്രുവയ്ക്ക് മരുമോനെ ഭയങ്കര ഇഷ്ടമാണ്. മരുമോയ്ക്ക് അതിനൊക്കെ ധ്രുവനെ ഇഷ്ടമാണ്. പക്ഷെ സച്ചു വിളിച്ചാൽ മരുമോ എവിടെ ആയാലും ഓടി വരും. കാരണം മരുമോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സച്ചുവിനെ തന്നെയാണ്. പിന്നെ കൊടുക്കാം, ഇത്ര കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാം. ധ്രുവ മരുമോ ഞറങ്ങട്ട്, മരുമോ മരുമോ. അങ്ങനെ മരുമോ ഓടി അങ്ങ് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് 2 പേര് വെളിയിലോട്ട് ഇറങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വേഗം ഇതങ്ങ് തൂത്തങ്ങ് കൂട്ടിയത് അങ്ങ് തൂത്തോണ്ട് കളയട്ടെ. അങ്ങനെ 2 പേരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് ധ്രുവൻ ചെയ്യണത് കണ്ടോ, മണ്ണിൽ കളിക്കാൻ മാത്രമേ അവനെ അറിയാള്. ആ സമയം കൊണ്ട് സച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു, ഫുഡ് കൊടുക്കും. കാരണം എന്താ, ഫുഡിന്
ഫുഡിന് വേണ്ടി സച്ചിയുടെ പിറകെ നടക്കണ മറിമോനെ കണ്ടോ നിങ്ങളെല്ലാരും? മറിമോന്റെ പാത്രം എടുത്തോണ്ടോ? One, two, three, five വരെ പറഞ്ഞാണ്. 1 അങ്ങനെ സച്ചു പോയി മരുമോന്റെ ഫുഡും പാത്രവും ഒക്കെ എടുത്തോണ്ട് വന്നു. അങ്ങനെ സച്ചു ഇട്ടുകൊടുത്തപ്പോഴത്തേക്ക് ധ്രുവ മരുമോ കഴിക്കി എന്ന് പറഞ്ഞുകൊണ്ട് പിറകെ ഇങ്ങനെ നടപ്പുണ്ടായിരുന്നു. അങ്ങനെ മരുമോ പയ്യെ അത് ഓരോന്നായിട്ട് കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ധ്രുവ ഇങ്ങനെ വാരി കൊടുത്തപ്പോഴത്തേക്ക് മരുമോ സച്ചു അവിടെ ഇട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി, കാരണം എന്ന് വെച്ചാൽ രാവിലെ അവർക്ക് ഞാൻ ഫുഡ് കൊടുത്തതാണ്, ഇപ്പം മണി ഒരു 9 മണിയൊക്കെ അല്ലേ ആയോളൂ, ഇച്ചിരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സച്ചു എൻ്റെ അടുത്ത് നമുക്ക് മറിമോനെ കുളിപ്പിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുളിപ്പിക്കാം. സച്ചിനെന്ന് വെച്ചാൽ മറിമോന്റെ കാര്യം ഭയങ്കര ടെൻഷനാണ്, ഇത് ചെയ്യണ്ടേ അത് ചെയ്യണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ഒത്തിരി കൂടെ കഴിഞ്ഞിട്ട് കുളിപ്പിക്കാന്ന്. അപ്പൊ ധ്രുവ കണ്ടില്ലേ ഫുഡ് ഇങ്ങനെ വാരി കൊടുക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് നേരെ അവളെ കൂട്ടിക്കൊണ്ടിരുന്നേ എന്ന് ഞാൻ സച്ചിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പേ മറിമോ ഈ പഞ്ചായത്ത് തന്നെ വിടും, സർക്കിട്ടിനായിട്ട് ഇറങ്ങും. സർക്കിട്ടിനായിട്ട് അധിക ദൂരമൊന്നും പോകില്ല, അപ്പുറം ഇപ്പുറം പോയിട്ട് തിരിച്ച് അവളെ കൃത്യമായിട്ട് നമ്മളെ വീട്ടിലെത്തിക്കോളും. ഇന്ന് എന്തായാലും അവളെ കുളിപ്പിച്ചിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെയിലത്ത് കുറച്ച് നേരം നിർത്തിയേക്കും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ എന്തും ചെയ്യുള്ളൂ. അതുവരെ അവളെ പിറകെ നമ്മളിങ്ങനെ നടക്കും. ഇങ്ങോട്ട് വാ മറിമോ അങ്ങോട്ട് വാ മറിമോ എന്ന് പറഞ്ഞു. മറിമോയ്ക്ക് വേണ്ടി രണ്ടുപേരും ഭയങ്കര കൂട്ടായിട്ട് നിൽക്കും. ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുത്തപ്പോഴത്തേക്ക് ധ്രുവ ഒരു നക്കും കൂടെ കൊടുത്ത് അവൻ മറിമോ ആണെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ മറിമോ വന്ന് ഇങ്ങനെ നക്കാറുണ്ടല്ലോ. അങ്ങനെ നമ്മളുടെ ഈ ഇടയ്ക്ക് വാങ്ങിച്ച പ്ലാന്റ് നിങ്ങൾക്ക് കാണണ്ടേ, ഈ മണി ട്രീയോ അതേ കണക്ക് തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 10 മണിയുടെ ഇൻട്രോ സച്ചു തരുന്നതാണ്. നമ്മൾ ഈ ചെടിയിൽ പരിചയപ്പെടാൻ പോകുന്ന ആദ്യം തന്നെ നമ്മൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത് 10 മണി ചെടിയാണ്. 10 മണിക്ക് ഇത് വിരിഞ്ഞിങ്ങനെ നിൽക്കും. വൈകിട്ടാകുമ്പോ അത് പൂജ്യം പോലെ. അച്ചുവിന്റെ ഇൻട്രോ തീരുന്നതിന് മുമ്പായിട്ട് ഞാൻ അകത്ത് കയറി, കാരണം വേഗം തന്നെ ജോലി തീർക്കട്ടെ, കുഞ്ഞുങ്ങൾക്ക് 2 പേർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം ചെന്ന് ഞാൻ കുക്കറിന്റെ തൊട്ട് നോക്കി, ഫിസിലൊന്ന് പൊക്കി നോക്കിയപ്പോഴത്തേക്ക് ഫിസിലൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തുടഞ്ഞ കഷ്ണവും തോരൻ പരിപ്പും കണ്ടു. അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് നമുക്കിനി കടു വറുക്കാനുള്ള കൊച്ചുള്ളി പൊളിച്ചെടുക്കാം. കടു വറുക്കാനായിട്ട് ഞാൻ 2 കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇപ്രാവശ്യം കൊച്ചേച്ചിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കൊച്ചുള്ളിയെല്ലാം വലിയ കൊച്ചുള്ളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വലിയ കൊച്ചുള്ളി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വലിയ കൊച്ചുള്ളി പെട്ടെന്ന് തന്നെ ഈ തൊലി അങ്ങോട്ട് നമുക്ക് കളയാനായിട്ട് നല്ല എളുപ്പമാണ്. അതേ കണക്ക് തന്നെ 1-2 കൊച്ചുള്ളി മാത്രം എടുത്താൽ മതി നമ്മളെ കടുവൊക്കെ വറുക്കാൻ. അങ്ങനെ ഞാൻ 2 വലിയ കൊച്ചുള്ളി എടുത്തു. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒരു പാത്രം എടുത്ത് നല്ല കുനുകുനാ അരിഞ്ഞിട്ടു. കുഞ്ഞായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടത് നമ്മളെ കടുവറുക്കാനാണ്. കടുവറുക്കാൻ നമ്മളെ അരിയുന്നതിന്റെ എത്ര നേർത്താതായിരിക്കും അത്രയും നന്നായിട്ട് പെട്ടെന്ന് തന്നെ എണ്ണയിൽ മൂത്ത് കിട്ടും എന്നല്ലേ. അങ്ങനെ അത് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് പിഴുപുളിയില്ലേ, ആ പിഴുപുളി എടുത്ത് നമുക്ക് വെള്ളത്തിലോട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞങ്ങാട്ട് എടുക്കണം. അങ്ങനെ ഞാൻ പിഴുപുളിന്റെ കുപ്പിയാണ് അവിടെ കിടന്ന് തിരയുന്നത്, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കൈയിട്ട് പിഴുപുളി ഇങ്ങനെ വലിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം ഒട്ടിപ്പിടിച്ചല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ഒരു പുളുങ്കുടി വലിപ്പത്തിൽ നമുക്ക് പിഴുപുളി എടുത്തിട്ടുണ്ട്. ആ പിഴുപുളി നമ്മളിനി വെള്ളത്തിലോട്ട് ഒരു 5 മിനിറ്റ് ഇടേണ്ടത് ആവശ്യമേ ഉള്ളൂ. ഇടുമ്പോൾ തന്നെ വെള്ളം അങ്ങ് ഒഴിക്കുമ്പോൾ തന്നെ അത് അങ്ങ് കലങ്ങും. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ആ വെള്ളത്തിലോട്ട് അങ്ങ് ഇറങ്ങിക്കോളും. എന്നിട്ട് അതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് സാമ്പാറിൻ്റെ കടുവറുക്കാനുള്ള ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ അങ്ങോട്ട് നന്നായിട്ട് ചീനച്ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലോട്ട് കടുകും അങ്ങിടാം. കടുകിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കുനുകുനാ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളികൾ ഇതിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്യാം. ഈ സമയം കൊണ്ട് ഞാൻ കറിവേപ്പിലയും ആഡ് ചെയ്യാണ്. എനിക്ക് കറിവേപ്പിലയും അതേ കണക്ക് തന്നെ കൊച്ചുള്ളി ഒരുമിച്ചിട്ട് പൊട്ടിച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം. സത്യം പറയല്ലോ, ഞാൻ എല്ലാ പ്രാവശ്യവും കടുവ വറുക്കുമ്പോഴത്തേക്ക് വറ്റൽമുളകും കൂടെ ഇടും. പക്ഷേ എന്തെന്ന് പറയാൻ, വറ്റൽമുളക് ഇപ്പം ഞാൻ കടയിൽ പോയാലും ഞാൻ മറന്നു പോകും വാങ്ങിക്കാനായിട്ട്. നേരത്തൊക്കെ ഇവിടെ പൊടിക്കാനായിട്ട് മുളക് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഞാൻ വറ്റൽമുളക് പ്രത്യേകിച്ച് അങ്ങ് മാറ്റി ഒരു കുപ്പിയിൽ അങ്ങ് വെച്ചിരിക്കും. അത് തീരുമ്പോഴത്തേക്ക് മാത്രം മതിയല്ലോ നമുക്ക് അടുത്തത്. പക്ഷെ എല്ലാ ദിവസവും ഞാൻ കൊച്ചേച്ചിയുടെ കടയിൽ പോകാറുണ്ട്.
പക്ഷേ കടയിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ വറ്റൽമുളകിൻ്റെ കാര്യം മാത്രം അങ്ങ് മറന്നു പോകും. പിന്നെ വല്ലത്തിനും ഇങ്ങനെ കടുവറുക്കുന്ന നിമിഷം എന്ന് വെച്ചാൽ സാമ്പാറിനോ മോരുകറിക്കോ രസത്തിനോ വല്ലതും കടുവറുക്കുമ്പോൾ മാത്രമാണ് പിന്നെ ഞാൻ വറ്റൽമുളകിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മളെ കടുവറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ പൊടികളായിട്ട് ആഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി എത്ര ഇടണമെന്ന് വെച്ചാൽ ഒരു മുക്കാ സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് നന്നായിട്ട് അങ്ങോട്ട് ചിക്കി കൊടുക്കണം. ചിക്കി കൊടുത്ത് നന്നായിട്ട് അത് ചിക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് എണ്ണയായിട്ട് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സാമ്പാർ പൊടി, ഞാൻ കിച്ചൺ ട്രഷറിൻ്റെ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കിച്ചൺ ട്രഷറിൻ്റെ സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് നല്ല പച്ചമണം ഉണ്ടല്ലോ, ആ പച്ചമണം മാറുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മളെ പുളിവെള്ളം ഇല്ലേ, പുളിവെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കറീൻ്റെ ആ പച്ചമണം മാറിയതിന് ശേഷമേ നമ്മൾ ആ പുളിവെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഒരു സാമ്പാർ പൊടിയും ചേർക്കാതെയാണ് സാമ്പാർ വെക്കുന്നത്. അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കാതെ സാമ്പാർ പൊടി മാത്രമായിട്ടാണ് ഇവിടെ സാമ്പാർ വെക്കുന്നത്. ഞാനപ്പോൾ രണ്ടിടത്തുനിന്ന് മിക്സാക്കി ഞാൻ അങ്ങ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എൻ്റെ സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഇതിലോട്ട് നമ്മൾ പുളിവെള്ളം വീത്തിയതില്ലേ, അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഈ വെള്ളം ഇനി തിളച്ചിട്ട് വേണം നമ്മുടെ സാമ്പാറിലോട്ട് ചേർക്കേണ്ടത്. മസ്റ്റായിട്ട് തിളച്ചിട്ട് മാത്രമേ ചേർക്കാവൂ. അല്ലാതെ ഇതെല്ലാം കൂടെ സാമ്പാറിട്ട് ഒന്നങ്ങ് തിളക്കിട്ട് എന്ന് വിചാരിച്ചിരിക്കരുത്. തിള വന്ന് നന്നായിട്ട് നടുക്കിങ്ങനെ പൊങ്ങി, ഇങ്ങനെ നമ്മൾ പാലിങ്ങനെ പൊങ്ങി വരില്ലേ, അത് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കർ തുറന്ന് അതിലോട്ട് വീത്താള്. കുക്കർ തുറന്ന് അതിലോട്ട് വീത്തുന്നതിന് മുമ്പ് നമുക്ക് ഒരു പരിപാടിയും കൂടെ ചെയ്യാനുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ കുക്കറിനകത്തെടുക്കുന്ന കഷ്ണങ്ങളൊന്നും തന്നെ നമ്മൾ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിങ്ങനെ അമർത്തിയിട്ടില്ല. എന്നുവെച്ചാൽ അമർത്തിയാൽ മാത്രമേ എല്ലാ കഷ്ണവും ഒരേ കണക്കാവുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ ഞാനിത് തിളയ്ക്കുന്ന ആ സമയം കൊണ്ട് അവിടേക്ക് അങ്ങ് തുടച്ചിടാമെന്ന് കരുതി. എന്നിട്ട് ഞാൻ കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്താണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. കരിഞ്ഞു പോകരുതല്ലോ നമ്മൾ. ആ സമയം കൊണ്ട് നമുക്ക് കുക്കർ തുറന്ന് കുക്കറിനകത്ത് കിടക്കുന്ന കഷ്ണങ്ങളിലെല്ലാം മൂട്ടിൽ ഓരോ കുത്തങ്ങോട്ട് കൊടുക്കാം. നന്നായിട്ട് ഉടയണം കേട്ടോ. ഉടഞ്ഞാൽ മാത്രമേ നമ്മൾ സാമ്പാറിന് ആ ഒരു രുചി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉടച്ചെടുത്ത് എന്നുവെച്ചാൽ 3 ഫിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തോരൻപരിപ്പും എല്ലാം തന്നെ ചേമ്പും എല്ലാം തന്നെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഉപ്പുണ്ടോന്നാണ് നോക്കുന്നത്. ഇതിൽ ഉപ്പുണ്ടോ? ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ബാലൻസ് ചെയ്തോളാം. ലാസ്റ്റ് അല്ലെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്കിത് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സാമ്പാർ നല്ല തിള വന്നിട്ടുണ്ട്. മസാല നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ എടുത്ത് വെച്ചെടുക്കാം. എന്നിട്ട് നേരെ പെട്ടെന്ന് തന്നെ ഇതിലോട്ട് അങ്ങ് രണ്ടും കൂടെ മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി ഇളക്കിയെടുത്താൽ നമ്മുടെ ചൂട് പറക്കുന്ന സാമ്പാർ ഇതാ റെഡി ആയിട്ടുണ്ട്. എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന ഇനി സൂപ്പർ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പറയും, എല്ലാവരും എന്ന് വെച്ചാൽ എൻ്റെ സാമ്പാർ കൂട്ടിയിട്ടുള്ള എല്ലാവരും പറഞ്ഞത് നല്ല ടേസ്റ്റാണ്. എൻ്റെ അമ്മ ഒഴികെ ബാക്കി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റാണ്, നല്ല രസമുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ അമ്മ മാത്രം എന്തെങ്കിലും കുറ്റം. അമ്മ ആദ്യമായിട്ട് ഞാൻ വെച്ച സാമ്പാർ ഇവിടെ വന്നിട്ട് കൂട്ടിയപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും വലുപ്പത്തിൽ കഷ്ണം അരിഞ്ഞിടേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഒരു തവണ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത്രയും കായ എന്തിനാണ് നീ ഇടുന്നത്, നിനക്കിവിടെ കായ കൃഷി വല്ലതും ഉണ്ടോ? അപ്പം ഞാൻ സോറി, ഇനി ആവർത്തിക്കില്ല. എല്ലാ പ്രാവശ്യവും പറയണം, എല്ലാ പ്രാവശ്യം ഇത് തന്നെയാണ് നിനക്ക് പറയാനുള്ളൂ, അല്ല വേറെ ഒന്നും പറയാല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എൻ്റെ അടുത്തൊന്ന് ചൂടാവും. അങ്ങനെ സാമ്പാർ കണ്ടു നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. ഇനി തിളച്ച് കഴിഞ്ഞിട്ട് ആ തിള വരുന്ന ആ ഇതുണ്ടല്ലോ, ആ പുക ഇങ്ങനെ നമ്മൾ മൂക്കിലോട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല കായത്തിൻ്റെ മണം വരും. എന്നിട്ട് രുചിച്ചൊന്ന് നോക്കണം. ഒരു മല്ലിയിലേൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാതെ. ഇതിനിടയ്ക്ക് സച്ച് വന്നിട്ട് കൂട്ടിക്കിട്ട് സച്ചിട്ടുണ്ട്, ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്ന സാധാ സാമ്പാർ അല്ലാതെ പ്രത്യേകിച്ച് എന്തുവാ. പക്ഷേ ആ സാധാ സാമ്പാർ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്ത എത്രയോ പേരുണ്ടെന്ന് ഞാൻ സച്ചിൻ്റെ അടുത്ത് എത്രയോ പേര്. കാരണം ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക്, ഇവിടെ താമസമായ സമയത്ത് എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. ചുമ്മാ അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു കൊടുക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തതാണ് ഇതെല്ലാം. സാമ്പാർ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ
ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ മീൻ അധികം കിട്ടൂലല്ലോ. അങ്ങനെ ഞാൻ അമ്മേൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചാണ് സാമ്പാർ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. കണ്ടിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ വേഗം തന്നെ സച്ചുവാവിക്ക് വിശക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ദോശയൊക്കെ ചുടാമെന്ന് കരുതി അങ്ങനെ രാവിലെ എടുത്തു വെച്ച മാവാണ്. ആ മാവിലോട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് ദോശക്കല്ല് ഞാൻ ആദ്യം തന്നെ അങ്ങ് ചൂടാവാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ ഇങ്ങനെ ദോശക്കല്ല് ഒരിക്കലും ഇങ്ങനെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് പെട്ടെന്ന് ദോശ മാവെടുത്ത് വീഴ്ത്തിയപ്പോഴത്തേക്ക് പ്രത്യേക റൗണ്ട് ഷേപ്പിലല്ല ഏതൊക്കെയോ ഷേപ്പിൽ പോയിട്ടുണ്ട്. അന്ന് ഇങ്ങനെ അന്ന് ആരായിരുന്നു, അന്ന് എൻ്റെ കുഞ്ഞമ്മയായിരുന്നു തോന്നുന്നു. കുഞ്ഞമ്മ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഏതെങ്കിലും സന്ദർഭം ഉണ്ടാവണമെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ചട്ടിയിൽ അങ്ങ് തൂക്കിയാൽ മതി. തൂക്കുമ്പോഴത്തേക്ക് അത് ഷൂ എന്ന് പറഞ്ഞൊരു സൗണ്ടോടെ അങ്ങ് വന്നോളും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മാവൊഴിച്ച് കൊടുത്താൽ റൗണ്ട് ഷേപ്പിലായിക്കോളും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ വിചാരിച്ചു ദോശ ആവുന്ന നേരം കൊണ്ട് തന്നെ പെട്ടെന്നൊരു ചട്നിയും കൂടെ അങ്ങ് ഉണ്ടാക്കാമെന്ന്. കാരണം ഇവിടെ ദോശയുടെ ചട്നിയും മുളക് ചമ്മന്തി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ചട്നി അങ്ങ് ഉണ്ടാക്കാൻ നേരത്തെ സച്ചാവ് എൻ്റെ അടുത്ത് പറഞ്ഞു അവൻ ദോശ ചുടാൻ പ്ലീസ് അമ്മേ, എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ ഞാനങ്ങ് ദോശ ചുടട്ട. ഒരു കൈ റിമോട്ടറും വെച്ചുകൊണ്ടാണ് അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അവൻ ദോശ ചുടട്ടേന്ന്. ഞാൻ പറഞ്ഞു ഇപ്പം നീ ചുടണ്ട, വലുതാകുമ്പോഴത്തേക്ക് നിന്നെ ഞാൻ ചുടിപ്പിച്ചോളാം. സമ്മതിക്കൂല, ഞാനൊന്ന് ചുട്ടു നോക്കിക്കോട്ടോ പ്ലീസ് അമ്മ, എൻ്റെ പൊന്നമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കിഞ്ചി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ലാസ്റ്റത്തെ മാവുകാര് അതാണ് ഇതാണ് മറ്റാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു വേഗം തന്നെ ചട്നി ഉണ്ടാക്കിയെടുക്കാമെന്ന്. ചട്നി ഉണ്ടാക്കാൻ സിമ്പിളല്ലേ, നമ്മളെ തേങ്ങ അങ്ങാട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് 2 വെളുത്തുള്ളി, കൊച്ചുള്ളിയല്ല വെളുത്തുള്ളി അങ്ങ് തൊലി കളഞ്ഞെടുക്കുക. എന്നിട്ട് ആ വെളുത്തുള്ളി കഴുകി നമ്മുടെ ആ തേങ്ങയിലോട്ട് അങ്ങ് അരിഞ്ഞെണ്ണിടുക. എന്നിട്ട് ഒരു പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് ഇച്ചിരി ഉപ്പൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ചട്നി ഇതാ റെഡിയാണ്. ഈ ചട്നി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടു തന്നെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ കടുക് കൂടെ വറുത്തു. വളരെ മോശമായിരുന്നു. കടുക് വറുക്കാതെ പച്ചയ്ക്കാണ് ഈ ചട്നി കൂട്ടേണ്ടത്. അടിപൊളി ടേസ്റ്റാണ്, ഒടുക്കത്തെ ടേസ്റ്റാണ്. എൻ്റെ നാത്തൊരു മുള്ളമ്മളും അവക്കെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു മല്ലിയിലയും കൂടെ വേണം. കുറച്ച് മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിലാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അവൾക്ക് മല്ലിയില ചട്നിയാണ് ഇഷ്ടം. സത്യമായിട്ട് അമ്മളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അമ്മളെ കൂടെ ദോശയും സാമ്പാറെന്ന് വയ്ക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വെച്ചിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചട്നി ഉണ്ടാക്കി തരും. അപ്പം അതിനെന്താ ഉണ്ടാക്കി തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ അവളെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ വീഴ്ത്തിയിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്താൽ നമ്മുടെ ചട്നി ഇതാ റെഡി ആയിട്ടുണ്ട്. ചട്നി സാമ്പാർ ദോശ, ആ കോമ്പോ തന്നെ കിടിലല്ലേ. ഇതിൻ്റെ കൂടെ നല്ല മുളകുടച്ചതും കൂടെ ഉണ്ടെങ്കിൽ സവാള അരിച്ചിട്ട് അതിൽ ഒരു ഇച്ചിരി മുളകും അതേ കണക്ക് തന്നെ ഇച്ചിരി വെളിച്ചെണ്ണയോ ഒരു മുളകും അരിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പിട്ട് നന്നായിട്ട് ഞവടിയെടുക്കുന്ന ആ മുളക് ഉടച്ചതുണ്ടെങ്കിൽ എന്ത് അടിപൊളിയാണ് അല്ലേ. എന്തായാലും ഞാൻ അതും കൂടെ അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ അടുത്ത ദോശ വീട്ടിൽ നന്നായിട്ട് പരത്തിയെടുത്തു. എന്നിട്ട് മിക്സി ഒന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ ചട്നി അങ്ങ് പാത്രത്തിലോട്ട് മാറ്റി അങ്ങ് വെക്കാമെന്ന് കരുതി. സ്പൂൺ എടുത്ത് നന്നായിട്ട് കഴുകി അങ്ങ് എടുത്തു. ഈ സമയത്ത് കണ്ട സച്ചുവാവ സ്പൂണും വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചട്ടവും വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ ദോശ ചുട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽപ്പുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് ചട്നി നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ കൈ നീട്ടുമ്പോൾ ഞാൻ കൈ വെച്ചെന്നോളാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പിച്ചിരി കൂടെ വേണ്ടേ? ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവനെന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പിൻ്റെ ആളാണ്. പിന്നെ ഞാനൊരു പാത്രം എടുത്ത് ചട്നി അതിലോട്ടങ്ങ് മാറ്റി. അതിൻ്റെ സച്ചുവിൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അവൻ എവിടെ ചെന്നാലും അവൻ പറയുന്നത് ദോശയും സാമ്പാറും മതിയെന്നാണ്. അവൻ ഭയങ്കര ഇഷ്ടമുള്ളൂ ദോശ. അതുകൊണ്ട് തന്നെ ഒരു മാസത്തിൽ എങ്ങനെ പോയാലും എന്താ പറയുക ഒരു 10-20 ദിവസം നമ്മളെ വീട്ടിൽ ദോശയായിരിക്കും. ബാക്കി ദിവസമായിരിക്കും ബാക്കി കാപ്പികൾ. ഞാൻ ഇഡ്ഡലി ദോശ ഇത് ഒരേ കോമ്പോയിലാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഇഡ്ഡലി ആണെങ്കിൽ നാളെ ദോശയാണ്. പണ്ട് അമ്മാള് പറയുന്നു ഹോസ്റ്റലിൽ രാവിലെ ഇഡ്ഡലി ആണെങ്കിൽ വൈകുന്നേരം ദോശ, അതൊരു കോംബോ ആയിട്ടാണ് നടക്കുന്നത്. അതേ കണക്ക് തന്നെ ഉപ്പുമാവ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അപ്പച്ചനും ഇഷ്ടമല്ല, അതേ കണക്ക് തന്നെ സച്ചോവയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാറില്ല. ബാക്കിയല്ല അപ്പം ഇതേ കണക്ക് 2 ദിവസത്തേക്ക് മാവാട്ടി വെച്ച് 2 ദിവസമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതേ കണക്കിന് പുട്ടു ഇടിയപ്പം ഇതൊക്കെ കൂടെ ഉണ്ടാക്കും. പുട്ടിൻ്റെ കൂടെയാണെങ്കിൽ ഇവിടെ പഴമാണ് എനിക്കിഷ്ടം. സച്ചുവിനും പഴമാണ് ഇഷ്ടം. പക്ഷേ അപ്പച്ചേട്ടൻ ഉണ്ടെങ്കിൽ അപ്പച്ചൻ്റെ കറി മസ്റ്റായിട്ട് വേണം പുട്ടിൻ്റെ കൂടെ. എന്തെങ്കിലും ഒരു കറി ഉണ്ടായിരിക്കാം. കടലക്കറി ആയാൽ അത് ഭയങ്കര സന്തോഷമാണ്. കടലക്കറിയും പുട്ടും അതേ കണക്കിന് പപ്പടവും അതേപോലെ തന്നെ ഉപ്പുവാവ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഉപ്പുവാവിൻ്റെ കൂടെയും
അപ്പച്ചേട്ടന് കടൽക്കറി ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഈ കൂട്ടത്തിൽ തന്നെ അപ്പച്ചേട്ടന് മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ ഒത്തിരി കൂടെ സന്തോഷമാവുന്ന ആളാണ്. സച്ചുവിനെന്ന് വെച്ചാൽ കാപ്പീനോട് മീൻകറി അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മീൻകറി കാപ്പീൻ്റെ കൂടെ അങ്ങനെ ആക്കാറില്ല. അങ്ങനെ ദോശയൊക്കെ പരത്തിയെടുത്തു. ആ സമയം കൊണ്ട് തന്നെ സച്ചു അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കറങ്ങീണ്. പ്ലീസ് അമ്മ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ ഈ കുട്ടി വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ഒക്കെ ചെയ്യണമേ. അങ്ങനെ ഞാൻ ഇങ്ങനെ ലാസ്റ്റത്തെ ദോശ ഇങ്ങനെ ചുട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് സച്ചൂസ് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അറിയാമോ വല്ലോ നീ ഇതിനു മുമ്പ് ദോശ ഇട്ടിട്ടുണ്ടോ? ഫസ്റ്റ് ഇങ്ങനെ ഇട്ട് കുത്തണ്ട, ആദ്യം നോക്കി പഠിക്കണം. ഇങ്ങനെ ആക്കിയിട്ട് കണ്ടോ, പിടിച്ചോ, കൈ പിടിച്ചോ. ഇതിൽ നിർത്തട അറിയാം, വലിയ കാര്യമാണല്ലോ. വേണ്ട, ഇത് കൂടെ വലുതാവട്ട്. 4ാം ക്ലാസ്സിന് നമുക്ക് ദോശ ഇടാം. 4ാം ക്ലാസ്സിന് നമുക്ക് ദോശ ഇടാം. അപ്പൊ ഇച്ചിരി കൂടെ പൊക്കം വെക്കും, കൈയൊന്നും പൊള്ളൂല, മനസ്സിലാക്കും. ചൂടാം. ഇപ്പൊ ഇല്ല, ഇനി ഒരേ ഒരു ദോശയും കൂടെ മതി. പിന്നെ നിങ്ങൾക്ക് അമ്മ ബാക്കി കാര്യങ്ങൾ സാമ്പാറൊക്കെ അവിടെ കൊണ്ട് വെക്കും. മറ്റേ മുളക് ഉടച്ചത് വേണോ? മറ്റേ സവാളയും പുളിയും അതിപ്പോ കൊള്ളത്തില്ല, അതിന്റെ കൂടെ കൊള്ളത്തില്ല. ഇന്നലെ ഇഡലിന്റെ കൂടെ കഴിച്ചാൽ ഇഡലിന്റെ കൂടെ നല്ലതാണ്. പക്ഷേ ഇതിന്റെ കൂടെ വേണോ? ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ പോകുന്നു, നിനക്ക് വേണോ? വേണ്ടേ? എനിക്ക് ഉണ്ടാക്കിയാണെങ്കിൽ നിനക്ക് വേണം. പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്താ ഇത് തരാത്തി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പരാതി പറയുന്നത് കൊണ്ടാണ് തുടക്കം തന്നെ ഞാൻ അവൻ്റെ അടുത്ത് നിനക്കത് വേണോടാ എന്ന് ഉറപ്പിച്ചത്. വേണോന്നാണ് പറഞ്ഞത്. ആദ്യം വേണ്ടാന്ന് പറഞ്ഞത് എൻ്റെ നിസ്കാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ എടുത്തൊന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായി എൻ്റെ സച്ചു ദോശ ഒറ്റയ്ക്കെടുത്ത അങ്ങ് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അടുത്തൊരു ദോശ വീതി നന്നായിട്ട് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അവനെന്ന് വെച്ചാൽ കുക്കിംഗ് ഒക്കെ ഭയങ്കര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനില്ലാത്ത സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ധ്രുവേനെ ഉറക്കിയിട്ടിട്ട് ഞാൻ പോവുകയാണെങ്കിൽ, ഞാൻ വരുന്നതിന് മുമ്പ് ധ്രുവ ഉണരുകയാണെങ്കിൽ ധ്രുവ വിശക്കുന്നെന്നെങ്ങാനും പറഞ്ഞ രാരി പെട്ടെന്ന് തന്നെ അവന് മുട്ടയൊക്കെ പൊരിച്ചു കൊടുക്കും. ഞാൻ ഇല്ലാത്തപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സച്ചുവിന്. പക്ഷെ ഞാനുണ്ടെങ്കിൽ ചേട്ടന് അവന് ഒടുക്കത്തടിയാണ്. അടിക്ക് മുഖ്യ കാരണം ധ്രുവൻ തന്നെയാണ്. ധ്രുവ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് സച്ചുവിനെ എടുത്തിട്ട് മാന്തും, സച്ചു അങ്ങ് എടുത്തിട്ട് പെരുമാറും. 5-6 തവണ ആകുമ്പോൾ സച്ചു പെരുമാറുള്ളൂ. എന്നിട്ട് സച്ചുവിന് വഴക്ക് പറയുമ്പോൾ സച്ചുവിന് ഭയങ്കര സങ്കടമാണ്. അമ്മയ്ക്ക് എന്താ അവനെ മാത്രമാണ് ഇഷ്ടം, എന്നെ ഇഷ്ടമില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പറയും, ഞാനും എൻ്റെ വീട്ടിലെ മൂത്ത കൊച്ചായിരുന്നു, പണ്ട് ഞാനും ഇങ്ങനെ ചിന്തിക്കുന്നത് അച്ഛനും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന്. അപ്പോൾ കുഞ്ഞായോണ്ട് ചെറിയൊരു കൺസിഡർ അവർ കൊടുക്കുന്നതേ ഉള്ളൂ സച്ചു, അല്ലാതെ ഒന്നുമല്ല. നിന്നെ അച്ഛനും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും. കാരണം ആദ്യത്തെ കുഞ്ഞിനെ അല്ലേ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ആദ്യത്തെ കുഞ്ഞിനെ അവ ആദ്യമായിട്ട് നമ്മളെ നോക്കി ആ നോട്ടം ഉണ്ടല്ലോ, അവ ആദ്യമായിട്ട് കരഞ്ഞൊരു കരച്ചില്, അത് കണക്കിന് അവ ആദ്യമായിട്ട് അച്ഛ അമ്മ എന്നാ പറഞ്ഞത്, അതെല്ലാം നമുക്ക് എപ്പോഴും സ്പെഷ്യലാണ്. രണ്ടാമത്തെ കുഞ്ഞായിരിക്കുന്നതുകൊണ്ട് അവൻ്റെ അടുത്ത് ചെറിയൊരു കൺസിഡർ നമ്മൾ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ സച്ചുസേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചുവിനെ എപ്പോഴും ഞാൻ ഇങ്ങനെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കും. അത് കണക്ക് തന്നെ ധ്രുവ കുഞ്ഞാണ്, അതെപ്പോഴും മോൻ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴെല്ലാം സച്ചുവിൻ്റെ അടുത്ത് പറയും, ഞാൻ എപ്പോഴും നോക്കാറുണ്ടല്ലോ, ധ്രുവ കുഞ്ഞാണെന്ന് എനിക്കറിയാമല്ലോ, അതല്ലേ അവൻ വീടുമ്പോഴത്തേക്ക് ഞാൻ ഓടി ചെല്ലണത്, അവൻ വീഴാതിരിക്കാൻ ഞാൻ നോക്കുന്നത്. അപ്പം ഞാൻ പറയും, അതങ്ങനെയാ, ഞാൻ എൻ്റെ അനിയത്തിനെ അങ്ങനെയാ കൺസിഡർ ചെയ്തോണ്ടിരുന്നത്. അതിൽ ആരെയും ധ്രുവനെ ചുട്ട ദോശയാ. ഞാനിയാ ചുട്ടത്. അല്ല, ഈ ദോശ ധ്രുവന് വേണ്ടി ചുട്ടത് ഞാനിയാ. തിരിച്ച് വേണ്ട, നമ്മളെല്ലാരും കൂടെ അടുത്തെന്തോന്ന് ഞാൻ പോവേണം, നമ്മള് കാപ്പി പിടിച്ചിട്ടെ. കാപ്പിയാ? കാപ്പി എന്ന് കേട്ടപ്പോഴത്തേക്ക്
കണ്ടൊരു പുച്ഛം കണ്ടില്ലേ? ഒരു ദോശ എടുത്ത് വായിൽ ചുരുട്ടി കയറ്റി അവിടുത്തെ ഓടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ പോയി കാപ്പി കുടിക്കട്ടെ. കാപ്പി എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തത്. അങ്ങനെ ഞാൻ 2 പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ധ്രുവ ബാവയ്ക്ക് ഞാൻ ഇങ്ങനെ വായിലങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഈ അടുക്കള ഇങ്ങനെ തുളച്ചുടച്ചാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കുക്കിങ്ങിൽ എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടയ്ക്കണത് മാത്രമേ കാണുള്ളൂ. അങ്ങനെ ധ്രുവ ബാവയ്ക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിലോട്ട് ഞാൻ അങ്ങ് കുഞ്ഞു കുഞ്ഞായിട്ട് അങ്ങ് പിച്ചി അങ്ങ് ഇടണ പിച്ചി ഇട്ടിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് സാമ്പാറും അതേപോലെ ഇച്ചിരി ചമ്മന്തിക്കറി അങ്ങ് ഒഴിച്ചു കൊടുത്ത് ധ്രുവ ബാവയ്ക്ക് കൊണ്ടുപോകാം. അത് കഴിഞ്ഞിട്ട് സച്ചു ബാവയ്ക്കും കൊണ്ടുപോകാം. ഞാൻ കൃത്യമായിട്ടുള്ള ദോശ എണ്ണി ചുട്ടാണ് വെക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് വേസ്റ്റ് ആവില്ലല്ലോ. ചൂടോടെ തന്നെ ധ്രുവന് പിന്നെ വിശക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരെണ്ണം ചുട്ടങ്ങ് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ അങ്ങ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കൊണ്ടുപോയി സൈഡിൽ നിന്ന് കഴിച്ചോണം, ബഹളം ഉണ്ടാക്കരുത്, അടി കൂടരുത് എന്നൊക്കെ പറയാറുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 2 എണ്ണം കൂടെ ധ്രുവനെന്ന് വെച്ചാൽ സച്ചുവിൻ്റെ പ്ലേറ്റിൽ എന്തെങ്കിലും ഇരിക്കണണ്ട ഓടിപ്പോയി എടുക്കുന്ന ഒരു സ്വഭാവമാണ് അവൻ. അങ്ങനെ നമ്മൾ പോയി കാപ്പി കുടിച്ചിട്ട് വരട്ടെ. അപ്പോൾ നമ്മളെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, കൂടെയുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യണം, ഓളുന്ന ഓപ്ഷനും എനേബിൾ ചെയ്യണം. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നിങ്ങൾ എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഈ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായ നിങ്ങൾ എന്തായാലും നമ്മുടെ ഈ കുട്ടി വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാതെ പോവരുത്, മറക്കരുത് പ്ലീസ്. ലൈക്ക് ചെയ്തേക്കണം. അതേ കണക്കിന് എന്തെങ്കിലും ഒരു കുട്ടി കമൻറ്റോടെ ഇട്ടേക്കണേ. എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.